ഈ വീഡിയോ ഒരു താമര വിശേഷമാണ്. ഞാൻ 6 മാസം മുമ്പ് കോതമംഗലത്തെ സജി തോമസിൻ്റെ ഗ്രീൻ ഇന്ത്യ നഴ്സറിയിൽ നിന്നൊരു താമര വാങ്ങി. ഒരു ചെറിയ താമര, പൂവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂവിൻ്റെ നിറമോ വലിപ്പമോ ഒന്നും മനസ്സിലാക്കാനും പറ്റിയില്ല. ഒരു മാസത്തോളം ആയപ്പോൾ അതിലാദ്യത്തെ പൂവ് വന്നു. പൂവിനൊരു പ്രത്യേകതയുണ്ട്. ധാരാളം പെറ്റൽസുള്ള വലിയ പൂവ്, പിങ്ക് കളറിലെ വലിയ പൂവ്. പക്ഷേ ആ പൂവിന് പൂർണ്ണമായിട്ട് വിരിയാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ വെയിറ്റ് കൊണ്ട് പൂവ് തണ്ട് ചാഞ്ഞപ്പോൾ തന്നെ പൂവൊടിഞ്ഞു പോയി. തണ്ടൊടിഞ്ഞ് പൂവ് പൂർണ്ണമായിട്ടും വിരിയാൻ പറ്റിയില്ല. അങ്ങനെ കാത്തിരുന്നു. തുടരെ മൊട്ട് വന്നു. അടുത്ത ഓരോ മൊട്ട് വരുമ്പോഴും ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തി. വിരിഞ്ഞു. ധാരാളം പെറ്റൽസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് സഹസ്രദള താമരയാണോ എന്ന്. സഹസ്രദള താമരയുടെ സവിശേഷതകൾ നോക്കിയപ്പോൾ അതിന് മണവും ഉണ്ട്, സുഗന്ധവും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും എനിക്ക് സംശയം തീർന്നില്ല. ഇപ്പോഴടുത്ത പൂ വന്നു. അപ്പോൾ മഴയായിപ്പോയി, പൂ ഇതാ ഇങ്ങനെയായി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത മൊട്ട് അതാ വരുന്നു. വളരെ പുഷ്ടിയോടെ, വളരെ ശക്തിയോടെ അടുത്ത മൊട്ട് വരുന്നു. അപ്പം ഇപ്പോൾ ഈ ചെടി, ഈ താമരയുടെ ഇല വിടർന്ന് നിൽക്കുന്നത് വളരെ വിസ്തൃതിയുള്ള ഇലയാണ്. ഏകദേശം 60 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. അതുപോലെ ഒരാൾ പൊക്കമുണ്ട്. എനിക്കൊപ്പം പൊക്കം ഇപ്പം ഈ ഇലകൾക്കുണ്ട്. ഈ ചെടിയുടെ ഇലകൾക്ക് എനിക്കൊപ്പം പൊക്കമുണ്ട്. ഓരോ ഇല വരുമ്പോഴും അപ്പോഴുള്ള പിന്നിലുള്ള ഇലയേക്കാൾ വളരെ ശക്തിയായിട്ടും വളരെ പുഷ്ടിയായിട്ടുമാണ് മുകളിലേക്ക് വരുന്നത്. ഈ മുട്ട് കാണും, ഇത് ഈ ഇലയ്ക്ക് മുകളിൽ വരും. മുകളിൽ വന്നാണ് ഇത് വിരിഞ്ഞ് നിൽക്കുക. പക്ഷേ അത് താങ്ങാനുള്ള ശക്തി അതിനില്ല. ആ പൂ എന്തെങ്കിലും കാറ്റടിക്കുകയോ അല്ലെങ്കിൽ മഴ ചാറുകയോ ചെയ്താൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ മുട്ടിനെ എനിക്ക് നന്നായിട്ട് കാത്തു സൂക്ഷിച്ചെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇത് സഹസ്രദള താമരയാണോ എന്ന് അറിവുള്ളവരെനിക്കൊന്ന് പറഞ്ഞു തരുമല്ലോ. ആർക്കെങ്കിലും കയ്യിൽ സഹസ്രദള താമരയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടി ഒന്ന് സഹസ്രദള താമരയുടെ വിശേഷങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണേ.